കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ലേണേഴ്സ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് BPCS 186, അതായത് നമ്മുടെ ഒരു UG ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള മാനേജിങ് സ്ട്രെസ് എന്നുള്ള ഒരു പേപ്പർ ഉണ്ട്. ആ ഒരു പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. BPCS 186 അഥവാ മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു UG ലെവൽ സെക്കൻഡ് ഇയർ മോസ്റ്റ്ലി വരുന്ന ഒരു ഇലക്ടീവ് പേപ്പർ ആണ്. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമുക്ക് എന്താണ് ഉണ്ടാവുക, അതായത് നമ്മളുടെ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ കുറച്ചും കൂടെ നമ്മളുടെ സ്ട്രെങ്ത്തുകളൊക്കെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റ് അപ്പ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടെ ഒരു നോളജബിൾ ആക്കുക, നിങ്ങളെ കുറച്ചുകൂടെ ടാക്ടിക്കലി എക്സാം രീതിയിൽ എങ്ങനെ റിവിഷൻസ് കൊണ്ടുപോകണം എന്നുള്ളതിനൊക്കെ ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ ബിഫോർ നമ്മൾ ആ ഒരു PYQ അൾട്ടിമേറ്റിലേക്കെല്ലാം പോകുന്നതിന്റെ മുന്നേ ആയിട്ട് എന്താണ് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് നോക്കാം. നമ്മളുടെ മാനേജിങ് സ്ട്രെസ് എന്നുള്ള നമ്മൾ 4 ക്രെഡിറ്റ് ഒക്കെ ഉള്ള ഒരു UG പേപ്പർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു പേപ്പറിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജൂൺ 2022 മുതൽ 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കമ്പൈൽ ചെയ്ത് അതൊരു ഡോക്യുമെന്റേഷനിലൊക്കെ ആക്കി അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ റീസെന്റ് നടന്ന 2025-26 അസൈൻമെന്റ്സിന്റെ ഡോക്യുമെന്റും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഏതൊക്കെ ഏരിയാസിനാണ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഹയർ പ്രയോറിറ്റി ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ റീസെന്റ് ടൈംസിൽ വന്ന ട്രെൻഡ്സുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ അതിന് ആൻസർ ചെയ്യാം, എങ്ങനെ പ്രാക്ടീസ് സെറ്റ്സ് ഒക്കെ മാക്സിമം ഉപയോഗിക്കാം, ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്, ആ ഒരു 300 നമുക്ക് ഒരു വേർഡ് ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതൊക്കെ എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ആൻസർ ചെയ്യാം, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഹീറ്റ് മാപ്പുകളും ഒരു പ്രാക്ടീസ് ടെസ്റ്റും അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ടാവും, പ്രാക്ടീസ് സെറ്റ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്സും നമ്മൾ ആപ്പിൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമുക്കറിയാം നമ്മുടെ എക്സാംസ് ഒക്കെ ജസ്റ്റ് മുന്നേ വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റുകളൊക്കെയാണ്, നമുക്ക് നല്ല രീതിയിൽ ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഓക്കെ വി ക്യാൻ എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് ഈ ഒരു കുറച്ച് സമയമാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നമ്മളുടെ പ്രിപ്പറേഷൻസ് ആ ലിമിറ്റഡ് ടൈമിൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ എക്സാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് നമ്മളുടെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാൻ നോക്കാം. അതായത് നിങ്ങളിപ്പോ എക്സാമിന്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് ഇതുവരെ പഠിക്കാത്ത ലേണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് റിവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാത്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് പാത്ത് വേസിനെ പറ്റിയിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുക, അപ്പൊ ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ അത് നിങ്ങളുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവലിനനുസരിച്ചിരിക്കും. ഓക്കെ, 1 to 1% ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് ലെവലാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങളുടെ കറന്റ് ലെവൽ എന്താണ് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഫസ്റ്റ് പാത്തിനെ പറ്റിയിട്ട് നോക്കാം. അതായത് ഫസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 days സ്പ്രിന്റ് ആണ്. അതായത് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, അതായത് നമുക്ക് ജസ്റ്റ് 1 or അതിനേക്കാളും കുറച്ച് വീക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു 7 days നമ്മളെ മുമ്പിലില്ല എക്സാമിന്. ജസ്റ്റ് ഇമാജിൻ 7 days മുമ്പിലില്ല. ആ സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ടൈം കിട്ടിയെന്ന് വിചാരിക്കാം.
അപ്പൊ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെക്ഷൻ 4 ഹൈ ഈൽഡ് മാപ്പിംഗ് കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 3, യൂണിറ്റ് 5, യൂണിറ്റ് 6 എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് കൂടുതലായിട്ട് നോക്കാം. അപ്പൊ ജസ്റ്റ് പറയാണ്, അതായത് ഹയർ ആയിട്ടുള്ള മേജർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഏരിയാസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ മാക്സിമൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് ഹയർ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി ആ ഒരു ഏരിയാസിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ആർ ചാൻസസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാനും അത്തരം ഏരിയാസ് നമുക്ക് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു പ്രയോറിറ്റി ബേസിലാണ് നമ്മൾ ആ ഒരു ഏരിയാസ് ഉണ്ടാക്കിയത്. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു പാറ്റേണും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കും ആദ്യം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ അവിടെ തന്നെ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് പാർട്ട് 1. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. അതായത് 3 വീക്ക് സ്ട്രക്ചേർഡ് റിവിഷൻ ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു 15 മുതൽ 21 ദിവസം ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ആയിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ SLM കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കാരണം നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു ബ്രിസ്ക് പേസിൽ നല്ല രീതിയിൽ SLM കവർ ചെയ്ത് പോവുക, ഡെഫിനിഷൻസ് മാർക്ക് ചെയ്യുക, കീ ടേംസ് നോക്കുക, അതുപോലെ തന്നെ ഫ്രെയിം വർക്കും സ്റ്റെപ്സും ടൈപ്സും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ പോകേണ്ട സമയം നന്നായിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് നോളജ് ഓരോ തിയറീസിലായാലും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ ആ രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടും. ബിക്കോസ് നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? 15 മുതൽ 21 ദിവസമുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 വീക്ക് കോംപ്രിഹെൻസീവ് മാസ്റ്ററി ട്രാക്ക് ആണ്. അതായത് നിങ്ങളുടെ മുന്നിൽ കുറച്ചും കൂടെ സമയമുണ്ട്. അതായത് കുറച്ചും കൂടെ നമുക്ക് 6 വീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 ആഴ്ചയാണ്. അപ്പൊ 6 ആഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിച്ചു പോവുക. അതായത് ബ്ലോക്കിനൊക്കെ നമുക്ക് പെർട്ടിക്കുലർലി വീക്ക് തന്നെ നമുക്ക് കൊടുക്കാനുള്ള ഒരു ടൈം തന്നെ ഉണ്ട്. അതിനുശേഷം വേണമെങ്കിൽ ഒന്നുകൂടെ വന്ന് റിവൈസ് ചെയ്യാനും ഒക്കെ സമയമുണ്ട്. അപ്പൊ വീക്ക് 1 to വീക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഓരോ ബ്ലോക്കിനും ഒരു വീക്കോ അല്ലെങ്കിൽ 1.5 വീക്കോ കൊടുക്കേണ്ട സമയം നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ജസ്റ്റ് പറയുവാണെങ്കിൽ ആദ്യത്തെ ആഴ്ച ഒന്നാമത്തെ ബ്ലോക്ക് അതായത് യൂണിറ്റ് 1 to 4 വരെ കറക്റ്റ് ആയിട്ട് പോവുക. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാക്കുക, എഴുതിയിട്ട് ഡെഫിനിഷൻസും മോഡൽസും പല പല മോഡൽസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ. അപ്പൊ അങ്ങനെ സമയത്ത് അതെല്ലാം എഴുതിയെടുക്കുക. അതിന്റെ കൂടെ തന്നെ കുറെ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ തിയറീസ് ഒക്കെ ആരാണ് ഉണ്ടാക്കിയത്, എന്താണ് ആ തിയറിയിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്കെച്ച് ചെയ്ത് പോകാനുള്ള സമയമാണ് നമുക്ക് ഈ ഒരു 6 ആഴ്ചയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് ബേസ് ചെയ്യുന്നത് നിങ്ങൾ എവിടെ എത്തി, നിങ്ങളുടെ റിവിഷൻസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇനി എത്ര സമയമുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതുണ്ടാകാം. ഓക്കെ, ഇനി നമുക്ക് എക്സാം പാറ്റേണും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോ ഇത് നമ്മളുടെ പ്രീവിയസ് ഇയർ നമ്മളുടെ ജൂണിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബറിലും കഴിഞ്ഞ എക്സാംസിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന രീതികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേണും അതുപോലെ തന്നെ സ്ട്രക്ചറും പറയുന്നത്. അപ്പോ ഒരു എക്സാമിന് ഒരു ഗ്ലാൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്കിന്റെ എക്സാം ആണ് ഉണ്ടാവുക. 2 മണിക്കൂറിൽ എക്സാം ആയിരിക്കും. അതായത് യൂഷ്വലി നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 8 ക്വസ്റ്റ്യൻസിൽ 8 എണ്ണോ നമ്മൾ എഴുതണം എന്നല്ല, നമുക്ക് അതിൽ ഏതെങ്കിലും 5 എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 10 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ് ഉണ്ടാവുക. സോ നമുക്ക് 5 എണ്ണം എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് 3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അവിടെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവും. സോ ദാറ്റ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ബ്ലോക്ക് 1 എന്നും അതുപോലെ തന്നെ സെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലോക്ക് 2ൽ നിന്നൊക്കെ ആയിരിക്കും. അതായത് ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ നമ്മളുടെ യൂണിറ്റ് 1 to 4, ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ യൂണിറ്റ് 5 to 8 ആയിരിക്കും യൂഷ്വലി ചോദിച്ചതായിട്ട് കാണുന്നത്. ആൻഡ് വേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചത് 10 മാർക്കിനാണ് ചോദിച്ചത്. 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു 300 വേർഡ്സ് എഴുതാം. അതായത് മിനിമം 300 വേർഡ്സ് എന്നല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. നമുക്ക് ഏകദേശം ഒരു ലിമിറ്റ് ആയിട്ട് തന്നെയാണ് 300 വേർഡ്സ് എന്ന് പറയുന്നത്. 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ആർ എക്സ്പെക്ടഡ് ടു റൈറ്റ് ഇസ് നമ്മളുടെ കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 പേജസ് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ, നമുക്ക് ഹെഡിങ്സ് കൊടുക്കാം, സബ് ഹെഡിങ്സ് കൊടുക്കാം, പാരഗ്രാഫ് ആക്കി തിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മളുടെ ചോയ്സ് ആണ്. ആൻഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനും മറക്കരുത്.
പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ആയിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് 10 മാർക്കായിരിക്കും ടോട്ടലി ചോദിക്കാൻ ഉണ്ടാവുക. പക്ഷെ അവിടെ ബ്രാക്കറ്റിൽ 5+5 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യന്റെ മാർക്കുകൾ സ്കോർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ തന്നെ 2 ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്ക്, അതിന്റെ കൂടെയുള്ള മറ്റേ ഒരു ചോദ്യം ക്യാരീസ് നമ്മളുടെ അടുത്ത 5 മാർക്ക്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് നമ്മൾ ആ ഒരു 5 മാർക്ക് സെക്യൂർ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഓൾസോ രണ്ടാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ എയും ബിയും ഉള്ളതുപോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ രണ്ടാമത്തെ ആ ഒരു ടോപ്പിക് നിങ്ങൾ എഴുതുന്ന സമയത്ത് അത് ഹെഡിങ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ അതും ഏകദേശം 5 എന്നുള്ള രീതിയിലായിരിക്കും മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമിന്റെ ബ്ലൂ പ്രിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു പാറ്റേൺ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതായത് നമ്മുടെ റീസെന്റ് പാറ്റേണിനെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് സ്ട്രെസ് കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ആൻഡ് മോഡൽസിന് യൂഷ്വലി ചോദിച്ചത് യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 25%ഓളാണ് ചോദിച്ചതായിട്ട് കാണുന്നത്. പിന്നുള്ളത് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. യൂണിറ്റ് 6 യൂണിറ്റ് 8 ഒക്കെ ഉള്ളത് അതൊരു 35% ആണ് ഉണ്ടാകുക. ആൻഡ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് യൂണിറ്റ് 5 ഏകദേശം 15% ഓഫ് ടൈമിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്ട്രെസ് പ്രോണസും അതുപോലെ തന്നെ എഫക്റ്റും യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 25% ആണ് അതും ചോദിച്ചായിട്ട് കാണുന്നത്. ഇതാണ് ഏകദേശം ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റാം. ഇനി നമുക്ക് നോക്കുന്നത് ഹൈൽഡ് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് കാറ്റഗറൈസ് ചെയ്തിട്ട് എത്ര നമ്മളുടെ ടോപ്പിക്സ് എത്ര കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെയായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇവിടെ കൊടുത്തത് ഗ്രീൻ കളറും യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ടത് സ്റ്റാർ റേറ്റിംഗ് ആണ്. 3 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചതാണ്. ഓൾമോസ്റ്റ് എവറി സെഷൻസിൽ ചോദിച്ച ക്രിട്ടിക്കലി നമുക്ക് പാസ് മാർക്ക് ഒക്കെ കിട്ടാനുള്ള ഒരു ഏരിയാസ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഹൈ ഈൽഡ് ആയിട്ടുള്ള 3 സ്റ്റാർ ഏരിയാസിനെ വെച്ചിട്ട് പറയാം. 2 മീൻസ് നമുക്ക് മീഡിയം ഈൽഡ് ആണ്, അതായത് ഫ്രീക്വന്റ്ലി അപ്പിയറൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ്. പിന്നെ ഉള്ളത് ലോ ഈൽഡ് ആണ്, അതായത് ഒക്കേഷണലി കാണാറുണ്ട് പക്ഷെ ഒരു നല്ല രീതിയിലുള്ള കവറേജ് ആ ഒരു ഏരിയാസിനൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ 50% നമ്മുടെ സമയം നമ്മൾ ഹൈ ഈൽഡ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്ത് അതുപോലെ തന്നെ റിവൈസ് ചെയ്ത് മെമ്മറൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതാണ്. പിന്നെ ഉള്ളത് 30% ആണ്. 30% എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ 2 സ്റ്റാർ ആയിട്ട് കൊടുത്തത്, അതായത് മീഡിയം ഈൽഡ് ആയിട്ടുള്ള ഏരിയാസ്, അതും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പോകണം. പിന്നെ ഉള്ളത് 20% ആണ്, അതായത് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകണം. അതെന്താ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് ദർ ആർ ചാൻസസ് ആ ഏരിയാസിന് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് തരംതിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് ചോദിച്ചത്, അതായത് ബ്ലോക്ക് 1 ബ്ലോക്ക് 2, 3 ആ രീതിയിൽ നമ്മൾ നോക്കുകയാണ്. അപ്പൊ ബ്ലോക്ക് 1 എന്താണുള്ളത് എന്ന് നോക്കാം. ഇപ്പൊ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. അത് ഡിസംബർ 2025 ഒക്കെ ആയിട്ട് നമ്മളെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്തതൊക്കെ നമ്മുടെ റീസെന്റ് ടൈംസിൽ നടന്ന എക്സാംസിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ 9 പ്രാവശ്യമാണ് നമുക്ക് ടോട്ടലി ചോദിച്ചത്. അപ്പൊ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഏറ്റവും കൂടുതലായിട്ടുള്ള നമുക്ക് വരുന്ന ഏരിയാസ് ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 സ്റ്റാർ ആണ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്, മോഡൽസ് ഓഫ് സ്ട്രെസ് ആണ് ഉണ്ടാകുക. അത് 8 പ്രാവശ്യമാണ്. ലാസ്റ്റ് ഇയർ ജൂണിൽ വരെ ചോദിച്ച ഏരിയാസ് ആണ്. അത് 2 സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോണസും അത് 13 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. റീസെന്റ് ടൈംസിലും കണ്ട ഏരിയ ആണ്. നമുക്ക് ഡിസംബർ 2025 കണ്ടിട്ടുണ്ട്. 3 സ്റ്റാർ ഹൈ ഈൽഡ് ഏരിയ ആണ്. പിന്നെ അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്, അതായത് എഫക്ട് ഓഫ് സ്ട്രെസ് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റീസെന്റ് ടൈമിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. 3 സ്റ്റാർ റേറ്റിംഗ് ആണ്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്. അത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടും നമ്മൾ ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതും ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് ആണ്. 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡിസംബറിൽ ചോദിച്ചതാണ്. അതും ഹൈ ഈൽഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ലാസ്റ്റ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത്
ഇതൊക്കെ നമ്മളുടെ യൂണിറ്റ് 6-ലും 7-ലും 8-ലും നമ്മൾ പഠിക്കുന്ന ടെക്നിക്സുകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ടെക്നിക്ക്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ലാസ്റ്റത്തെ ബ്ലോക്കിൽ, അതായത് നമ്മളുടെ രണ്ടാമത്തെ ആ ഒരു ബ്ലോക്കിൽ 8ാമത്തെ യൂണിറ്റിൽ നമ്മൾ തേർഡ് ടെക്നിക്കാണ് പഠിക്കുന്നത്. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഡിസംബർ 2025 മുൻകാലങ്ങളിൽ കുറച്ച് കുറവായിട്ട് ചോദിച്ച ഏരിയ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. ഓക്കെ, ഇനി നമുക്ക് ഒരു യൂണിറ്റ് ഫ്രീക്വൻസി അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ഓവർവ്യൂ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു സിലബസ്. SLMന്റെ ഒരു 1 to 8 ആയിട്ടുള്ള ഒരു ഹൈ ഈൽഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആ യൂണിറ്റിലെ ഓരോ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചത്, അതെങ്ങനെയാണ് കോംപ്രിഹെൻഡ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു കാര്യമാണ്. ഇവിടെ റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ഏരിയാസ് ആണ്. ആൻഡ് യെല്ലോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആണ്. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഭയങ്കര ലോ ആയിട്ട് വരുന്ന ഏരിയാസ് ഭയങ്കര കുറവാണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇതൊരു ചെറിയ പേപ്പർ ആണ്. നമുക്ക് 50 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂഷ്വൽ ഇലക്ടീവ്സ് ഒക്കെ കുറെ ബ്ലോക്കുകളും കുറെ യൂണിറ്റുകളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ബ്ലോക്കുകളൊക്കെ എണ്ണമൊക്കെ കുറവാണ്. സോ ദാറ്റ് സെയിം ഏരിയാസ് തന്നെ ക്വസ്റ്റ്യൻസ് വരാനും ഒക്കെ സാധ്യത കൂടുതലായിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ്. ഇനി നമുക്ക് യൂണിറ്റ് ഫ്രീക്വൻസി നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ കൂടുതലായിട്ട് ഒരു ടോപ്പ് 5 ആയിട്ടുള്ള എക്സാം ടോപ്പിക്സുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ടോപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു റെക്കറിംഗ് ആയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരുന്ന, അല്ലെങ്കിൽ മോസ്റ്റ്ലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ 13 പ്രാവശ്യം ചോദിച്ചത് നമ്മൾ സ്ട്രെസ് പ്രോൺനെസ്സും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഫാക്ടേഴ്സും ആൻഡ് ഓൾസോ മോഡറേറ്റേഴ്സിനെ പറ്റിയിട്ട് 13 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നുള്ളത് റിലാക്സേഷൻ, മെഡിറ്റേഷൻ ആൻഡ് യോഗ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. അവിടെ 10 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കോപ്പിംഗ് സ്റ്റൈൽസും അതുപോലെ തന്നെ ഗോൾസും, ഇതും നമുക്ക് 10 പ്രാവശ്യം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 9 പ്രാവശ്യം ചോദിച്ച 2 ഏരിയാസ് ആണ്. ഒന്ന് സ്ട്രെസ് കോൺസെപ്റ്റ്, സോഴ്സസ് ആൻഡ് മെഷർമെന്റും അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് 9 പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഏരിയാസ് എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്നുള്ളതും, അതുപോലെ ഇത് നിങ്ങളുടെ എക്സാമിന് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹയർ മാർക്ക് സെക്യൂർ ചെയ്യാൻ കൂടുതൽ ചാൻസസ് ഉള്ള ഏരിയാസ് ആണ്. സോ ഈ ഏരിയാസ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് നോക്കാം. അതായത് ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന് ഒരു നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമ്മളൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടി വരിക ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ് ആണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസ് തന്നെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നതായിട്ടുണ്ടാവും. അപ്പോ ഫസ്റ്റ് ഡിഫൈൻ സ്ട്രെസ് പ്രോൺനെസ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് എലുസിഡേറ്റ് ടൈപ്പ് എ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ്, ആ കാര്യങ്ങളും നമുക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ കൂടെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓഫ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്, അതുപോലെ തന്നെ ലേൺഡ് പെസിമിസത്തിനെ പറ്റിയിട്ടൊക്കെ 150 വേർഡ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഇതെങ്ങനെയാ നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യാം, അതുപോലെ ഈ ഏരിയാസിന്റെ എങ്ങനെയാണ് നമ്മൾ SLMൽ കൊടുത്തത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഈ ഏരിയാസ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യന്റ്ലി മാർക്ക് സെക്യൂർ ചെയ്യാം എന്നുള്ളത് നമ്മളുടെ ബ്ലൂ പ്രിന്റിലും അതുപോലെ തന്നെ നമ്മളുടെ ലേൺ വൈസ് ആപ്പിലുള്ള നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ്, നമുക്ക് PYQ അൾട്ടിമേറ്റ് അനാലിസിസിന് ശേഷം നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ഈ ഏരിയാസ് നമ്മളുടെ ഗോൾഡൻ ആ ഒരു ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഓക്കെ, പിന്നുള്ളത് എഫക്ട്സ് ഓഫ് സ്ട്രെസ് ആണ്. അതും 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്ക്രൈബ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ്സും റിലേഷൻഷിപ്പിന്റെയും മേലുള്ള നമ്മളുടെ സ്ട്രെസ്സിന്റെ എഫക്ട് എന്താണ് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിന്റെ മേലെ സ്ട്രെസ്സിന്റെ എഫക്റ്റിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ഇത്തരം ഏരിയാസ് കൂടുതലായും ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്ട്രെസ്സിന്റെ ഇമ്പാക്ട് ഓൺ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓൾസോ റിലേഷൻഷിപ്പ്, ഹെൽത്ത് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ HLM വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് അതിന്റെ കൂടെ തന്നെ PYQ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ബുക്ക്ലെറ്റും കൂടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നുള്ളത് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 1, അതായത് നമ്മളുടെ ഫസ്റ്റ് ടെക്നിക്കിനെ പറ്റിയിട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റിലാക്സേഷൻ ടെക്നിക്ക് എന്താണ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഫോർ മാനേജിങ് സ്ട്രെസ് എന്താണ്, അപ്പൊ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനും, പിന്നെ മെഡിറ്റേഷൻ ആൻഡ് യോഗ ടെക്നിക് ആസ് നമ്മളുടെ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ബയോ ഫീഡ്ബാക്ക് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഏരിയാസിനും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ്, ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. ഇനി നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 3 നോക്കാം. അതായത് 3 വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ പ്രോബ്ലം സോൾവിംഗ് വിത്ത് എ ഫോക്കസ് ഓൺ നമ്മളുടെ ഒരു സ്റ്റെപ്സിലും സ്ട്രാറ്റജീസിലും ഒക്കെ യൂഷ്വലി എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടാവാറുണ്ട്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ ഉള്ളത് സെൽഫ് അവയർനെസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതായത് ഇന്റർപേഴ്സണൽ സ്കിൽസിനെ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് സെൽഫ് അവയർനെസ്സും ഇമോഷണൽ ഇന്റലിജൻസും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതുണ്ട്. പിന്നെ ഉള്ളത് എക്സ്പ്ലെയിൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആസ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അപ്പൊ അതൊക്കെ നമുക്ക് യൂഷ്വലി ചോദിച്ചതായിട്ട് കാണുന്ന ഏരിയാസ് തന്നെയാണ്. അപ്പൊ ഇത്തരം ഏരിയാസ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ നമ്മൾ ക്യാപ്പബിൾ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മളുടെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സോഴ്സസ് എന്നുള്ള ഭയങ്കര കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് മെഷർ ചെയ്യുക, മെത്തേഡ്സ് ഓഫ് മെഷറിങ് അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ മോഡൽസ് ഓഫ് സ്ട്രെസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഏത് രീതിയിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡിസ്ക്രൈബ് എനി 3 മോഡൽസ് ഓഫ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്, അതായത് നമ്മൾ GAS അതായത് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സെലീന്റെ ആണ്. അപ്പൊ അത് കറക്റ്റ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് രീതികൾ, നമ്മളെ ബോഡി എങ്ങനെയാണ് അതിനെതിരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏരിയാസും നമുക്ക് മോസ്റ്റ്ലി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്. ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോപ്പിംഗ്, ഡിഫൈൻ കോപ്പിംഗ്, ഡിസ്ക്രൈബ് ഇറ്റ്സ് നേച്ചർ, ഗോൾസ് ആൻഡ് സ്റ്റൈൽസ് എന്നുള്ള രീതി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇമോഷൻ ഫോക്കസ്ഡ് ആൻഡ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് എന്നുള്ള രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോപ്പിംഗിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനിയുള്ളത് നമ്മൾ നേരത്തെ സ്ട്രെസ് മാനേജ്മെന്റ് 1നെ പറ്റിയിട്ടും 3നെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 2 വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് എക്സ്പ്ലെയിൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വിത്ത് എ ഫോക്കസ് ഓൺ ABCDE ടെക്നിക്. അതായത് ആ ഒരു ടെക്നിക്ക് വെച്ച് എങ്ങനെയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നുള്ളത് എക്സ്പ്ലെയിൻ ടൈം മാനേജ്മെന്റ് വിത്ത് എ ഫോക്കസ് ഓൺ ടൈം മാനേജ്മെന്റ് മെട്രിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഇവിടെ ചോദിച്ച 2 ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് നോക്കാം. അതായത് 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. സോ ദീസ് ആർ ദ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മളുടെ ഹൈ ഈൽഡ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് കൂടുതലും ഹൈ ഈൽഡ് ആയിട്ട് ചോദിച്ച ടോപ്പിക്സുകളും അതുപോലെ തന്നെ പ്രെഡിക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഈ പ്രാവശ്യം വരാൻ സാധ്യത ഉള്ള ഏരിയാസും ആണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് 2 മോക്ക് പേപ്പേഴ്സ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഓൺലി ആണ് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മളുടെ ആൻസർ കീ കറക്റ്റ് ആയിട്ടുള്ള എത്രത്തോളം ആൻസർ എഴുതണം, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളുടെ ആപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവാം. അപ്പൊ നമ്മളുടെ ആപ്പിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെയും നമ്മളുടെ PYQ അൾട്ടിമേറ്റ് അനാലിസിന്റെയും ഗോൾഡൻ ബാങ്കിന്റെയും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ബുക്ക്ലെറ്റ് ആപ്പിൽ
നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ പ്രാക്ടീസ് സെറ്റ് എ, അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടാവുക. നമ്മളെ എക്സാംസ് ഒക്കെ പോലെ തന്നെ 2 മണിക്കൂറൊക്കെ തന്നിട്ടുണ്ട്. 10 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ സ്ട്രെസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് സോഴ്സസ് ആൻഡ് സിംറ്റംസ് ഓഫ് സ്ട്രെസ് വിത്ത് എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ തന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ജനറൽ അഡാപ്ഷൻ സിൻഡ്രോം വിത്ത് ദ കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ ഓഫ് സ്ട്രെസ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ ഐഡിയാസ് പറയുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നോക്കാം. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. സെക്ഷൻ എയിൽ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് 150 വേർഡ്സിൽ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതണം. ഇവിടെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈച്ച് വൺ ക്യാരീസ് 5 മാർക്സ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർഡിനെസ് ആസ് എ മോഡറേറ്റർ ഓഫ് സ്ട്രെസ് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 5 മാർക്ക് വീതമായിരിക്കും ഓരോ ഏരിയാസിനും ഉണ്ടാവും. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 4 ഡിസ്ക്രൈബ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. നേരത്തെ പറഞ്ഞ ഏരിയാസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചായിട്ട് കാണുന്നത്. നമ്മൾ സ്ട്രെസ്സിന്റെ എഫക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്ഷൻ ബി ആണ്. ഡിഫൈൻ കോപ്പിംഗ്, അതുപോലെ തന്നെ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് എന്താണ്, അവോയ്ഡന്റ് കോപ്പിംഗ് എന്താണ്, ഇതിന്റെ സൂട്ടബിൾ എക്സാമ്പിൾസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ യോഗ ആൻഡ് മൈൻഡ്ഫുൾനെസ് ആസ് എ ടെക്നിക് ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പം ഇതും 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. പിന്നെ സെക്ഷൻ ബി ഡിസ്ക്രൈബ്, നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ടൈം മാനേജ്മെന്റ് മെട്രിക്സ് ആൻഡ് ലിസ്റ്റ് ദ ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 8 വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ഇമോഷണൽ ഇന്റലിജൻസ് ആസ് എൻ ഇന്റർപേഴ്സണൽ സ്കിൽ. അതായത് ഇമോഷണൽ ഇന്റലിജൻസിനെ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ അതിന്റെ കമ്പണൻസ് ആയിട്ട് വരുന്ന നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയാസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ സെക്ഷൻ എ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് സെറ്റ് എ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് അടുത്ത സെറ്റിലോട്ടേക്ക് പോവാം. അപ്പൊ ഇതിൽ 8 എണ്ണം നമ്മൾ എഴുതണ്ട. ആദ്യം വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന 5 എണ്ണം. അപ്പൊ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയാസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാം. ഇനി പ്രാക്ടീസ് സെറ്റ് ബി ആണ്. അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മളെ ഡിഫറെന്റ് മെത്തേഡ്സ് ടു മെഷർ സ്ട്രെസ് എന്നുള്ള രീതിയിലാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ സ്ട്രെസ് പ്രോൺനെസ് ആണ്. അപ്പോ അത് എങ്ങനെയാണ് നമ്മുടെ ഹോസ്റ്റിലിറ്റി, പെർഫെക്ഷനിസം, അതുപോലെ തന്നെ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഈ ഒരു സ്ട്രെസ് പ്രോൺനെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മുടെ സെക്ഷൻ എയിലുള്ള 2ാമത്തെ ചോദ്യം. ഈ സെക്ഷൻ എയിൽ തന്നെയുള്ള 3ാമത്തെ ചോദ്യത്തിലേക്കോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 5 മാർക്ക് വീതം വെച്ചിട്ടാണ് ഉണ്ടാകുക. അപ്പൊ അതില് 1ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ പേഴ്സൺ എൻവയോൺമെന്റ് ഫിറ്റ് മോഡൽ എന്താണ്, അതുപോലെ തന്നെ ഡയാതീസിസ് സ്ട്രെസ് മോഡൽ എന്നുള്ള മോഡലിനെ പറ്റിയിട്ടും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ആൻഡ് റിലേഷൻഷിപ്പ്. നമ്മളുടെ സ്ട്രെസ് എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുക എന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ റോൾ ഓഫ് സോഷ്യൽ സപ്പോർട്ട് ആസ് എ മോഡറേറ്റർ ആയിട്ട് ഉള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ ഇതില് ചോദിച്ച ഏരിയാസ് ഒക്കെ നമുക്ക് യൂഷ്വലി കണ്ടുവരുന്ന ഏരിയാസ് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഒരു പ്രാക്ടീസ് സെറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ നമ്മളുടെ ഗോൾസ് ഓഫ് കോപ്പിങ്ങും അതുപോലെ തന്നെ അഡാപ്റ്റീവ് വേഴ്സസ് മാൽ അഡാപ്റ്റീവ് കോപ്പിംഗ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 6ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടെക്നിക്സും ബയോ ഫീഡ്ബാക്കും ഡിസ്ക്രൈബ് ചെയ്യുക ആസ് എ മെത്തേഡ് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ABCDE ടെക്നിക് ആൻഡ് പ്രൊവൈഡ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ് സ്ട്രെസ്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഏരിയാസ് തന്നെ വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് കുറച്ച് ഏരിയാസ് ആണ് 2 ബ്ലോക്കിലും കൂടെ ആയിട്ട് പഠിക്കാനുള്ളത്. പക്ഷെ ഈച്ച് യൂണിറ്റ് അല്ലെങ്കിൽ ഈച്ച് ബ്ലോക്ക് ഇസ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്ത ഏരിയാസ് അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലായാലും നമ്മളുടെ ഹൈ ഈൽഡ് ഏരിയാസിൽ നമ്മൾ കാണിച്ച ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മാക്സിമം കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം. ഇനി നമുക്ക് ആൻസർ റൈറ്റിംഗ്
ടൂൾ കിറ്റിനെ പറ്റി പറയാം. നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഉണ്ടാവുക. ഹൈ ലെവൽ ഫ്രെയിം വർക്ക് ആണ് നിങ്ങൾ ആൻസർ റൈറ്റിംഗിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. സോ ദാറ്റ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളൊരു ടൂൾ കിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ടൂൾ കിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 20 മാർക്കിന് അല്ലെങ്കിൽ ഒരു 500 to 600 വേർഡ്സ്, നമുക്ക് ഉള്ളത് 20 മാർക്സ് അല്ല, അതായത് അതിന്റെ നേർപകുതിയാണ് 10 മാർക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ 10 മാർക്സിന് നമുക്ക് 300 വേർഡ്സ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ 5 മാർക്ക് വരുന്ന സമയത്ത് 150 എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടാകുക. അപ്പൊ ഇൻട്രോ സെന്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഇൻട്രോ കൊടുക്കണം, അതിനുശേഷം ഒരു ബോഡി കൊടുക്കണം, അതിനുശേഷമാണ് ഒരു കൺക്ലൂഷൻ കൊടുക്കണം. അപ്പൊ നമ്മളെടുത്ത് പാരഗ്രാഫ് എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു നീട്ടി ഒരു പാരഗ്രാഫ് എഴുതുന്നതിൽ പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാരഗ്രാഫ് മുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഇൻട്രോ കൊടുക്കുക, 2-3 സെന്റൻസ് ഇൻട്രോ കൊടുക്കുക. ഇപ്പോ എന്താണ് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്താണ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ആൻഡ് ഓൾസോ നമ്മൾ എന്തിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇൻട്രോയിൽ കൊടുക്കാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആൻസർ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്തു പോവാം. ഇപ്പൊ മോഡൽസിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു, നമ്മളുടെ ഇവിടെ പഠിച്ച ഏതെങ്കിലും ഒരു മോഡൽസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ ചോദിച്ചതായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ടേബിൾ വരച്ചിട്ട് ഒരു കമ്പാരിസൺ പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടാവും. പക്ഷെ ടേബിളിന്റെ മുന്നേ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷനും അതിനൊരു ബോഡിയും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി എല്ലാ ഒരു പർട്ടിക്കുലർ ടൈപ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തതിന് ശേഷം ടൈപ്സ് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ ടൈപ്സിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. പിന്നെ ഇൻട്രോ കൊടുത്തതിന് ശേഷം പിന്നെ കൊടുക്കേണ്ടത് ബോഡിയാണ്. അതായത് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ വിത്ത് സബ് ഹെഡിങ്സ് നിർബന്ധമാണ്. സബ് ഹെഡിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കുകൾ പെട്ടെന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ്, SLMലുള്ള എക്സാമ്പിൾസോ അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫ് സിനാരിയോസ് ഒക്കെ വെച്ചിട്ട് എക്സാമ്പിൾസ് ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു കൺക്ലൂഷൻ ആണ്, ഒരു 2-3 സെന്റൻസിൽ നമ്മൾ കൺക്ലൂഷനും കൊടുക്കുന്ന രീതിയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാഗ് വെച്ചിട്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ. അപ്പൊ അതിനാണ് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ്, നമ്മളുടെ മോഡേൺ ആയിട്ടുള്ള റിലവൻസ് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് ഉണ്ടെങ്കിൽ കൊടുക്കുക. ആ രീതിയിൽ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള എൻഡിങ്ങും ബെറ്റർ സ്കോറിങ്ങും കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു തിയറി അല്ലെങ്കിൽ ഡിസ്കഷൻ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു തിയറിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക, ആരുടെ തിയറിയാണ് എന്നുള്ളത് ക്ലിയർലി ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്ത് പോകണം. അതിനുശേഷം പറയേണ്ടത് എന്താണ് ആ തിയറി, അതായത് എന്തൊക്കെയാണ് അതിന്റെ കോർ കമ്പണന്റ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മളുടെ SLM ടെർമിനോളജീസ് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു തിയറി കറക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് ഡിസ്കസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഫോർ അതിന്റെ മാനേജേഴ്സിനൊക്കെയാണ്. പിന്നുള്ളത് നമ്മൾ ലിമിറ്റേഷനും ക്രിറ്റിസിസവും ഓരോ തിയറിക്ക് വന്നിട്ടുണ്ടാവും, അതിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഓൾസോ വേറെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കറന്റ് ടൈമിലുള്ള മോഡേൺ പ്രാക്ടീസിലോ ഈ ഒരു തിയറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കറന്റ് ഇംപ്ലിക്കേഷൻസ് എഴുതാനുള്ള ഏരിയ ആണ് ലാസ്റ്റ്. സോ ഡിഫൈൻ കോർ കമ്പോണൻസ് എഴുതുക, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എഴുതുക, ലിമിറ്റേഷൻസ് ആൻഡ് ക്രിറ്റിസിസം എഴുതുക. ആൻഡ് ഓൾസോ കണക്ട് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ റൈറ്റ് നൗ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അതായത് പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സിൽ അതിന്റെ പ്രോസ്, കോൺസ്, ട്രേഡ് ഓഫ്സ് എല്ലാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി ആണ്. അതായത് നമ്മളുടെ കമ്പണൻസ്, അതിൽ ഒരുപാട് കമ്പണൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് കുറെ ടെർമിനോളജീസ് ഉണ്ടാവും, കുറെ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലെ കമ്പണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതെങ്ങനെയാണ് ഇന്റർ കണക്ട് ചെയ്യുന്നത് എന്നും കൂടെ കണക്കാക്കാം. അതാണ് ഈ എക്സ്പ്ലെയിനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതിനൊരു ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ചോദിച്ച ഈ എക്സ്പ്ലെയിൻ എന്നതിന് ശേഷം വന്ന ആ ഒരു ചോദ്യം, അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൻസർ ആയിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തന്നെ ഡിസ്കസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് ഒരു എക്സ്ട്രീം ഒരു പൊസിഷൻസോ കാര്യങ്ങളോ എടുക്കാണ്ടിരിക്കാം. അക്നോളജ്, ട്രേഡ് ഓഫ് ആണ് കൂടുതലായിട്ടും അക്നോളജ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടൈം മാനേജ്മെന്റ് ആണ്
ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പൊ നിൽക്കുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ആദ്യത്തെ 5 മിനിറ്റിൽ വായിച്ചു പോവാം. അതുപോലെ തന്നെ ഈ നമുക്ക് ചോദിച്ച 8 ക്വസ്റ്റ്യനിൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും സ്ട്രെങ്തൻ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ തുടങ്ങുക. അതായത് 5 മിനിറ്റിന് ശേഷം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് വായിച്ച് 5 മിനിറ്റ് ആവാൻ കാത്തിക്കരുത്. അതിന്റെ മുന്നേ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ എക്സാം. അപ്പൊ അതിനുശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് സെലക്ഷൻ തന്നെയാണ്. സെലക്ഷന് ശേഷമാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിലും വേണം പോകാൻ. ആൻഡ് ഓൾസോ അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ, ജസ്റ്റ് ഒരു 6 മിനിറ്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ മേലെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മിസ്സിംഗ് ഏരിയാസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. പിന്നെയുള്ള 15 മിനിറ്റ്സ്, അതായത് ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് പിന്നെ എന്തൊക്കെ ഏരിയാസിൽ ഇപ്പൊ നമ്മള് ഭയങ്കര സ്ട്രെങ്ത്തിൽ എഴുതിപ്പോയ കുറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ സമയം കൊണ്ട് നമ്മൾ വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് ജമ്പ് ചെയ്തിട്ട് നമ്മൾ ലീവിങ് ആ ഒരു കുറച്ച് സ്ഥലം നിങ്ങൾ ലീവ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്യും. ബിക്കോസ് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് സമയം നിങ്ങൾക്ക് എഴുതാൻ പോകാനുള്ള സമയമില്ല, 2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി തീർന്നില്ലെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് സ്ഥലം വിടുക. എന്നിട്ട് ലാസ്റ്റത്തെ ഈ ഒരു 15 മിനിറ്റ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണോ സ്ഥലം വിട്ടത് അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുക. എല്ലാത്തിനും സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ടോ, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് സ്മോൾ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുത്താം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റ്യൻ എഴുതണ്ട, ഞാൻ വേറെ ക്വസ്റ്റ്യൻ എഴുതാം എന്നുള്ള തീരുമാനം ഈ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ എടുക്കരുത്. ബിക്കോസ് നമ്മൾ എഴുതിയത് ചിലപ്പോൾ ശരിയായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ചിലപ്പോൾ നല്ല ശരിയുള്ള നമുക്ക് നല്ല മാർക്ക് കിട്ടേണ്ട ഏരിയാസ് ആയിരിക്കും. സോ ലാസ്റ്റ് ടൈം ഹറി ബറി ഉണ്ടാക്കാനും കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ഇത് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് നെവർ റീറൈറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ലാസ്റ്റ് 15 മിനിറ്റ്സ്. ഓക്കെ. പിന്നെ നമ്മളുടെ ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് സെറ്റ് എന്റെയും ബിന്റെയും ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മോഡൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ പേഴ്സണലൈസ്ഡ് ഗൈഡൻസും ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ആപ്പ് ത്രൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ആക്സസ് ടു ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും നിങ്ങൾക്ക് ആപ്പ് ത്രൂ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത്. ഫോർ മോർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലും നമ്മളുടെ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ലേൺ വൈസിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് കോൾ ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലേൺ വൈസ് ലേണർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി നമ്മളുടെ ഈ ഒരു നമ്മളുടെ ലേൺ വൈസിലേക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ കറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കൂടുതലായിട്ടും അൺലോക്ക് ചെയ്ത് പഠിക്കാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് സെറ്റുകൾ ഉണ്ട്. 2 സെറ്റിന്റെയും ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവും. കംപ്ലീറ്റ് ബുക്ക്ലെറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PYQ അനാലിസിസ് കറക്റ്റ് ബ്ലൂ പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്ക്, കറക്റ്റ് സെഷൻസ്, നമ്മുടെ ലേറ്റസ്റ്റ് സെഷൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടാവും. പിന്നെ സ്ട്രക്ചേർഡ് ആൻഡ് ആൻസർ പ്രസന്റേഷൻസ്, സ്കോറിംഗ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അതിന്റെ പുറമെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ മെന്റേഴ്സ് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ഡൗട്ട്സുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാം. ആൻഡ് ഇത് കൂടുതലായിട്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ലേൺ വൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതുവരെ നിങ്ങൾ ലേൺ വൈസ് ലേണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സർവീസും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റാന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നമ്പറിലേക്ക് നമുക്ക് 7592939616 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയൽ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യും, നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല ഒരു പ്രിപ്പറേഷൻ ലെവൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നല്ല മാർക്കുകൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി ഓൾ ദ ബെസ്റ്റ്. ഫൈനലി പറയട്ടെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാംസ് എഴുതാൻ പറ്റാനും അതുപോലെ പഠിച്ച ഏരിയാസ് എല്ലാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റട്ടെ. നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.